ലിഡിയ ജേക്കബാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ അയച്ചിരുന്നത്. ലിഡിയ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ കുറച്ച് ദിവസമായി എംപുരാന്റെ പുറകെയാണ് ലിഡിയ ഉള്ളത്. ഇന്നിപ്പോൾ റീ എഡിറ്റഡ് പതിപ്പ് കൂടുതൽ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കാൻ പോവുകയാണ്. എന്തായാലും വിവാദം ഈ റീ എഡിറ്റഡ് വേർഷൻ എത്തുന്നതോടുകൂടി അവസാനിക്കുമെന്നാണോ കരുതുന്നത്? ഒപ്പം മധ്യ കേരളത്തിൽ നിന്നുള്ള മറ്റ് പ്രധാന വാർത്തകൾ എന്തൊക്കെയാണ്? ഇതിപ്പോൾ വാളയാർ കേസിൽ CBIയുടെ കുറ്റപത്രം റദ്ദാക്കണമെന്ന ആവശ്യമൊക്കെ മാതാപിതാക്കൾ ഉന്നയിച്ചിട്ടുണ്ട്. ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. മറ്റെന്തൊക്കെ വാർത്തകൾ ഉണ്ടാകുമെന്ന്? ദിവ്യ, ഗുഡ് മോർണിംഗ്. എമ്പുരാനെ കുറിച്ചുള്ള വിവാദങ്ങളും കാര്യങ്ങളും ഒന്നും അവസാനിച്ചിട്ടില്ല. അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെയൊക്കെ നമ്മൾ കണ്ടതാണ്. റീ എഡിറ്റഡ് വേർഷൻ ഇന്നലെ രാത്രിയോടെ അത് തിയേറ്ററുകളിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെ മുതൽ കേരളത്തിലെ എല്ലാ തിയേറ്ററുകളിലും അത് പ്രദർശിപ്പിച്ചു തുടങ്ങുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇന്നലെ രാത്രി തിരുവനന്തപുരം ആർട്ടക് മാളിലെ തിയേറ്ററിൽ മാത്രമാണ് പ്രദർശിപ്പിച്ചത്. ഇനി അത് മറ്റ് തിയേറ്ററുകളിലേക്കും അത് വരേണ്ടതുണ്ട്. അപ്പോൾ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, റീ എഡിറ്റഡ് വേർഷൻ വരുമ്പോൾ അത് എങ്ങനെയാണ് അത് ജനങ്ങൾ സ്വീകരിക്കുക. അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്നു, വലിയ തിരക്കായിരുന്നു തിയേറ്ററുകളിൽ അനുഭവപ്പെട്ടത് ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി. കാരണം റീ എഡിറ്റഡ് വേർഷൻ വരുന്നതിന് മുൻപ് അത് തിയേറ്ററിലെത്തി കാണണമെന്ന് ആഗ്രഹിച്ചാണ് ആളുകൾ റീ എഡിറ്റഡ് വേർഷൻ വരുന്നതിന് മുന്നേ തിയേറ്ററുകളിലേക്ക് എത്തിയിരുന്നത്. അപ്പോൾ ഇനി തിയേറ്ററുകളിൽ നിന്നുള്ള റെസ്പോൺസ്, പ്രേക്ഷകരുടെ റെസ്പോൺസ് എന്താവുമെന്നത് നമ്മൾ നോക്കിക്കാണേണ്ടതുണ്ട്. മാത്രമല്ല, ഈ കഥയെ അത് എത്രമാത്രം ബാധിക്കും, സിനിമയെ ആ വെട്ടലുകൾ എത്രമാത്രം ബാധിക്കുമെന്നതൊക്കെ നമ്മൾ നോക്കി കാണേണ്ടതായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. മാത്രമല്ല, പല സിനിമാ സംഘടനകളും ഇതിലൊരു പ്രതികരണവുമായിട്ടൊന്നും രംഗത്ത് വന്നിട്ടില്ല. അവരുടെ പ്രതികരണങ്ങളും ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ അതെങ്ങനെയായിരിക്കും എന്നുള്ളത് പ്രേക്ഷകരുടെ പ്രതികരണങ്ങളും ഒക്കെ കാണേണ്ടതുണ്ട്. മാത്രമല്ല, ഈ സൈബർ ആക്രമണങ്ങളും കാര്യങ്ങളുമൊക്കെ അത് അതേപോലെ തന്നെ തുടരുന്നുണ്ട്. വിവാദങ്ങളും കാര്യങ്ങളുമൊക്കെ അതേപോലെ തുടരുന്നുണ്ട്. അപ്പോൾ അതിലും പ്രതികരണങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് ഹൈക്കോടതിയിൽ കേസടക്കം ഉള്ള ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ എമ്പുരാനെ സംബന്ധിച്ചുള്ള വാർത്തകൾ തന്നെയാകും പ്രധാനമായും മധ്യ കേരളത്തിൽ നിന്ന് വരാനിരിക്കുന്നതെന്നാണ് തോന്നുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തകൾ എന്ന് പറയുന്നത് കോടതി കേന്ദ്രീകൃതമായ വാർത്തകളാണ്. ഹൈക്കോടതിയിൽ നിന്ന് 2 പ്രധാനപ്പെട്ട കേസുകളാണുള്ളത്. ഒന്ന്, വാളയാർ കേസിൽ വാളയാർ പെൺകുട്ടികളുടെ മാതാപിതാക്കൾ സമർപ്പിച്ച ഒരു ഹർജിയുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം ഈ CBI കോടതി പെൺകുട്ടികളുടെ മാതാപിതാക്കളെ പ്രതി ചേർത്തൊരു കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. ആത്മഹത്യാ പ്രേരണ കുറ്റം അടക്കം ചുമത്തിയാണ് ഇത്തരത്തിൽ ഒരു കുറ്റപത്രം CBIയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അതിനെതിരെ അത് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മാതാപിതാക്കൾ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയാണ് ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുക. അതിൽ വിശദമായിട്ടുള്ള വാദം കേൾക്കും, CBIയുടെ ഭാഗവും കാര്യങ്ങളും കേൾക്കും. ഇതിൽ കൃത്യമായിട്ടുള്ള തെളിവുണ്ട് എന്നാണ് CBIയുടെ പക്ഷം. എന്നാൽ അതിൽ ഒരു തെളിവുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. CBI അത് കെട്ടിച്ചമച്ചതാണ് എന്നുള്ള തരത്തിലാണ് മാതാപിതാക്കളുടെ വാദം എന്ന് പറയുന്നത്. അപ്പോൾ ആ കേസ് കൂടി ഇന്ന് ഹൈക്കോടതിയിലുണ്ട്. മറ്റൊരു കേസുള്ളത് BJP നേതാവ് ശ്രീനിവാസൻ വധക്കേസിലെ ജാമ്യാപേക്ഷയിൽ വിധിയാണ്. അങ്ങനെ ഹൈക്കോടതി കേന്ദ്രീകരിച്ചും അതുപോലെ തന്നെ എമ്പുരാനെ ചുറ്റിപ്പറ്റിയുമുള്ള വാർത്തകളും വിവാദങ്ങളും ഒക്കെ തന്നെയാണ് ഇന്ന് മധ്യ കേരളത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. വീണ്ടും കാണാം ലിഡിയ.